ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ആപ്പിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ് ആപ്പിൾ കേക്ക്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഈ ആപ്പിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ കേക്കിൽ ഷുഗർ കാരമൽ ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആപ്പിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആപ്പിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുന്ന സമയത്ത് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കാം. പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇതുപോലെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. തീ കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പഞ്ചസാര കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാറി നിന്ന് ഒഴിക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പഞ്ചസാരയിൽ കുറച്ച് കട്ടകളൊക്കെ വരും. അതൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് കുറേ സമയം വയ്ക്കരുത്, അതിൻ്റെ കളറങ്ങ് മാറിപ്പോവും. ഗ്രേറ്റ് ചെയ്ത ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം. ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ടൊരു ബൗളിൽ അരിപ്പ വച്ചിട്ട് അതിലേക്ക് 2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും ചേർക്കാം. 1 നുള്ള് കറുകപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ച് വയ്ക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മാവ് എപ്പോഴും ഇതുപോലെ 3 പ്രാവശ്യം നല്ല പോലെ അരിച്ചെടുത്ത് തന്നെ കേക്ക് ഉണ്ടാക്കണം. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഞാൻ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 15-20 മിനിറ്റ് സമയമെടുക്കും. കൂടുതൽ സമയം എടുത്താലും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. ആദ്യം 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ തൈരൊക്കെ കടയുന്ന പോലെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ അടിച്ച് കാണിക്കുന്നത്. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ 2 രീതിയിലും ഞാൻ മുട്ട ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. കൈയൊക്കെ നന്നായിട്ട് കഴയ്ക്കും, വേദനിക്കും. എന്നാലും നന്നായിട്ട് തന്നെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ കുറച്ചൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. കുറച്ച് സമയം കൂടെ നല്ലപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം.
1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വിസ്ക് വെച്ച് എണ്ണി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരേ സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യണം. നല്ല സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മുട്ടയുടെ പത ഒട്ടും പോകാതെ നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് മുഴുവനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കാരമൽ ഷുഗറിൽ ആപ്പിളിട്ട് മിക്സ് ചെയ്തെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ആപ്പിൾ ഇതുപോലെ കാരമൽ ഷുഗറിൽ ഒഴിച്ച് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നേരിട്ട് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദമാവിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മൈദമാവ് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും എല്ലാം കിടക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കേക്കിൻ്റെ അടിഭാഗത്ത് പോയി കിടക്കും. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ കിടക്കണമെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് തന്നെ ചേർക്കണം. അതുപോലെ നട്ട്സ് എന്തെങ്കിലും ചേർക്കുകയാണെങ്കിലും നട്ട്സും ഇതുപോലെ മൈദമാവ് കോട്ട് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. അതിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ച് മിക്സ് ചെയ്ത ശേഷം സ്പാച്ചിൽ വെച്ച് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രം ബട്ടർ പേപ്പർ ഓയിൽ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിക്കാം. കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ ഗ്യാസിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി ചെമ്പാണ് എടുത്തത്. അതുപോലെ കുക്കറാണെങ്കിലും കുക്കറും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ മാത്രമേ കേക്ക് ബേക്ക് ചെയ്യാവൂ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം ഇപ്പോൾ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ ബാറ്റർ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാവൂ. പാത്രം ഇറക്കി വെച്ച് അടച്ച് 1.25-1.5 മണിക്കൂർ തന്നെ എടുക്കും ഇത് ബേക്കായി കിട്ടാനായിട്ട്. അതുപോലെ കുക്കറിലാണെങ്കിലും വെയിറ്റ് വയ്ക്കാതെ ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഗ്യാസിൽ വയ്ക്കുവാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം, തീ കൂട്ടി വയ്ക്കരുത്. എനിക്കിതിപ്പോൾ 1.5 മണിക്കൂറായപ്പോൾ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത ശേഷം കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഹൈറ്റുള്ളൊരു കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.